ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇത് കുറേ നാൾ കൊണ്ട് മോളുടെ ഫ്രണ്ട്സ് ചോദിക്കുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ലോങ് വീഡിയോയുമായി ഇന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിരിയാണി മോള് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ മോളുടെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുമെന്ന് അവർ ചോദിച്ചു. ഈ ബിരിയാണി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ഫെനൽ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും വെളുത്തുള്ളി 1 പോട് നന്നായിട്ട് ക്രഷ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 പോട് വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ചെറിയ ഗാർലിക് ആണെങ്കിൽ 10 to 12 ക്ലോവ്സ് നമുക്ക് ചതച്ചിടാം. വലുത് ചതച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടില്ല. വലിയ ഗാർലിക് ആണെങ്കിൽ 6 to 7 ക്ലോവ്സ് നന്നായിട്ട് മിക്സിയിലൊന്ന് പൾസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ശേഷം ഞാൻ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 മീഡിയം സൈസ് ഒനിയൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇത് കുക്ക് ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ ഓയിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ നിന്ന് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓയിൽ കൂടുതൽ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. കൂടെ നിന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 1 പോട് ഗാർലിക്കും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 4 പച്ചമുളക് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതിനുശേഷം മാത്രമേ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം 2 ടൊമാറ്റോ കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന വലുപ്പത്തിലുള്ള ടൊമാറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഇപ്പോഴും ഹൈ ഫ്ലെയിമിലാണ്. ജസ്റ്റ് നമ്മൾ കൂടെ നിന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അത് കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഇതിൽ കൂടി തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് ബിരിയാണി വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ബിരിയാണിയിൽ കൂടുതൽ ലീവ്സ് ഞാൻ ആഡ് ചെയ്യാറില്ല. ആഡ് ചെയ്യാറുണ്ട്, എന്നാലും കുറച്ച് മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ. ഒരുപാട് ലീവ്സ് ആഡ് ചെയ്യുമ്പോൾ മക്കൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത ശേഷമാണ് ഞാൻ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുതിനയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സവാള നിങ്ങൾക്ക് അടിയിൽ പിടിക്കുമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഓയിലോ ഗീയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഓയിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ കൂടുതൽ ടൈം ഈ ബിരിയാണി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു റെസിപ്പി പ്രിഫർ ചെയ്യാറില്ല. കാരണം ഓയിൽ ആവശ്യത്തിൽ കൂടുതൽ നമ്മളിതിൽ യൂസ് ചെയ്യേണ്ടി വരുന്നു, ഓയിലും ഗീയും. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും ഗീയും മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ. പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ ബിരിയാണി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സവാളയും ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. അതിലേക്ക് നേരത്തെ നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചിക്കൻ നന്നായിട്ട് ഈ ഗ്രേവി ആയിട്ട് മിക്സ് ആക്കി എടുത്തു. അതിനുശേഷം 1.5 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. നോർമൽ വാട്ടറാണ് ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ആഡ് ചെയ്ത ശേഷം ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കൈപ്പിടി മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കും. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും എല്ലാം ഇതിൽ തന്നെ നമ്മൾ ചിക്കനിൽ തന്നെ ഇട്ട് വേവിക്കുന്നത് കൊണ്ട് ചിക്കന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ബിരിയാണിക്കും ആ ഫ്ലേവർ കിട്ടും. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ട് നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് ചിക്കൻ ഒന്ന് വെന്ത് വന്ന ശേഷം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രേവി ചിക്കനിൽ ഞാൻ വെച്ചിരിക്കും. ഇപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ തന്നെയാണ് ദം ചെയ്യാറ്. അപ്പോൾ ഞാനിവിടെ ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തു. അതിനുശേഷം ഊറ്റിയെടുത്തു. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ സവാള എന്നിവ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഉള്ളി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഫസ്റ്റ് ഡ്രൈ ഗ്രേപ്സ് ഇട്ട് കൊടുത്തു. അതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഓയിലിൽ നിന്ന് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം. അതിനുശേഷം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അതുകൂടി ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്കും ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുക. പിന്നെ ഞാൻ ഇതിലേക്ക് സവാള കൂടി ഇട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. സവാള ഞാൻ ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഓയിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ സവാളയൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു ഷെയ്ഡൊന്ന് മാറി വരുമ്പോഴേക്കും പിന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് കൂടെ നിന്ന് തന്നെ വറുത്ത് കോരുക. ഇനി നമുക്ക് ഈ സെയിം ഓയിലിൽ തന്നെയാണ് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിലിൽ ഒരുപാട് പൊടിയുണ്ടെങ്കിൽ ഓയിൽ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത് ഓയിലും ഗീയും കൂടെ മിക്സ് ആക്കിയ ഒരു മിക്സാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 10-15 ഏലക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 15 ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള 2 പട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന ജീരകശാല അരി 1 കിലോയാണ്, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാനിതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുകെ പിളർന്നത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 4 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. അതിലേക്ക് 8 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി വെട്ടി തിളച്ച വെള്ളമാണ്, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിൽ അല്പം കയറി നിൽക്കണം, അല്പം മുന്നിട്ട് നിൽക്കണം, ആ ഒരു രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അരിയും വെള്ളവും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളയ്ക്കുന്ന ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കാക്കി എടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്കാക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വരും. ഈ റൈസ് കുക്ക് ചെയ്യാൻ നല്ല ചൂടുവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ റൈസ് ഒട്ടിപ്പിടിക്കില്ല, പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയി കിട്ടും. ഇനി നമുക്കിത് ദം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒന്ന് സ്പ്രെഡ് ആക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് മൊത്തം ഒന്ന് സ്പ്രെഡ് ആക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇനി ബിരിയാണി വയ്ക്കുമ്പോൾ ഈ ഒരു രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം. അപ്പോൾ എപ്പോഴും ഈ ഒരു രീതി ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, കാരണം ഗീയും ഓയിലും ഒക്കെ അധികം യൂസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു രീതി ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ മോള് സ്കൂളിൽ ചില ദിവസങ്ങളിലൊക്കെ ബിരിയാണി കൊണ്ടുപോകുമ്പോൾ ഗീയും ഓയിലും ഒക്കെ കുറച്ചും ആഡ് ചെയ്തിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും മോളുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടം ഈ ഒരു രീതിയിലുള്ള ബിരിയാണിയാണ്. അതുകൊണ്ട് അവർ എപ്പോഴും ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ചോദിക്കാറുണ്ട്. അപ്പോൾ ഒറ്റ തവണയെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ബിരിയാണി പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ സവാള എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള എന്നിവ ആഡ് ചെയ്ത ശേഷം ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പുതിനയില ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, നേരത്തെ ചിക്കനിലേക്ക് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേവിയോട് കൂടി തന്നെ ചിക്കൻ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി നന്നായിട്ട് വറ്റിച്ചെടുത്തില്ല, ചെറിയൊരു രീതിയിൽ മാത്രമേ ഗ്രേവി ഇതിലേക്ക് ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം അതിന് മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 കിലോ ചിക്കന് 1 കിലോ റൈസ് എന്ന രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്കും ഗരം മസാല പൗഡർ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒനിയൻ എന്നിവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവിയും അതിൻ്റെ സ്മെല്ലും ഒന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് തുറക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് തന്നെ കിട്ടും. അപ്പോൾ നന്നായിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് കവറാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ലിഡ് കൊണ്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1/4 മണിക്കൂർ ഞാനൊന്ന് ദം ചെയ്യാൻ വെക്കും. വെരി ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെക്കാറ്. അപ്പോൾ വലിയ ബർണറിൽ ഞാൻ വെക്കാറില്ല, ചെറിയ ബർണറിൽ മാത്രമേ ദം ചെയ്യാൻ വെക്കാറുള്ളൂ. അപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിരിയാണിയിൽ നമ്മുടെ ചിക്കൻ നല്ല ഗ്രേവി കവറായി നിൽക്കും. ഇവിടെ ചിക്കനിൽ എല്ലാവർക്കും ഗ്രേവി നന്നായിട്ട് കവറായി നിൽക്കണം. അപ്പോൾ ഫോയിൽ പേപ്പർ ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഫോളോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതിനോടൊപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.